അല്ല, അതായത് IVF എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അണ്ടവും ബീജവുമാണ്. അത് കുഴപ്പമില്ല. മറിച്ച് മറ്റൊരു ഗർഭപാത്രം വാടകയ്ക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് വ്യഭിചാരമാണ് എന്നാണ് നമ്മുടെ അലിയാർ കാസിമി പറയുന്നത്. അപ്പോൾ ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു. അപ്പം അവരതിനകത്ത് ചോദിക്കുന്നുണ്ട്, പ്രസവിക്കാൻ പറ്റാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പൊ അവർക്ക് അതൊരു ഗുണമല്ലേ? അവർക്ക് ഒരമ്മയാകാനുള്ള അവരുടെ ഒരു ആവശ്യവും ആഗ്രഹവും പ്രതീക്ഷയുമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറയുന്നു, മതത്തിന്റെ കണ്ണിൽ അത് വ്യഭിചാരമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് വിവാഹേതര ലൈംഗിക ബന്ധങ്ങളാണ് വ്യഭിചാരം എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രവാചകന്റെ മാതൃക പിൻപറ്റിയാൽ പോലും വിവാഹേതര ലൈംഗിക ബന്ധം പ്രവാചകൻ എമ്പാടും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കിട്ടും. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷ വ്യഭിചാരി അഥവാ ഒരു പുരുഷ വേശ്യ എന്ന പദം പ്രയോഗിച്ചാൽ പോലും തെറ്റില്ല. കാരണം അത്രയ്ക്ക് വിവാഹേതര ലൈംഗിക ബന്ധമുണ്ടായിരുന്ന ഈ പ്രവാചകന്റെ അനുയായി ഈ കാലഘട്ടത്തില് സറോഗസി തെറ്റാണ് അഥവാ വാടക ഗർഭധാരണം തെറ്റാണ് എന്ന് എങ്ങനെ പറയും? എല്ലാവർക്കും ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഇവര് പിന്നീട് വരുന്ന അനന്തരാവകാശവും വിവാഹബന്ധം നിഷിദ്ധമാക്കുന്നതിനെയും ഒക്കെ സംബന്ധിച്ചിട്ടാണ് അത്രേ അങ്ങനെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെയും നമുക്കൊരു ഒബ്ജക്ഷൻ ഉണ്ട്. കാരണം ആദം നബിയുടെ ഭാര്യയായിട്ടുള്ള ഹവ്വ 20 പ്രസവങ്ങളിൽ 40 മക്കളെ ജനിപ്പിച്ചു. ഈ മക്കൾ തന്നെ പരസ്പരം വേഴ്ച ചെയ്തിട്ട് അടുത്ത ജനറേഷൻ ഉണ്ടായി എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ പരസ്പര വിരുദ്ധമാണ് എന്നാണ് എന്റെ വാദം. ജാമിദ ടീച്ചറെ നമസ്കാരം. ഞാൻ ആ ചർച്ച കേട്ടിരുന്നു. ആ ചർച്ചയില് ഞാനതിവിടെ പറയുകയും ചെയ്തു 2 ദിവസത്തിന് മുൻപ്. അതായത് അദ്ദേഹം ഈ അലിയാർ ഖാസിമി പറഞ്ഞത് വ്യഭിചാരം എന്ന് മനസ്സിലാക്കുന്ന ഇസ്ലാമിൽ മനസ്സിലാക്കുന്നത് പുരുഷ ബീജം സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ പോകുന്നതാണ് വ്യഭിചാരം എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ ഇവര് ഈ കോണ്ടം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചാൽ അത് വ്യഭിചാരം അല്ലാതായിട്ട് മാറും. അപ്പൊ അത്ര ആവാസതരമാണ് പുള്ളി അവിടെ പറഞ്ഞത്. പിന്നെ ബ്രദറെ, ആ ചർച്ചയ്ക്ക് എനിക്കും ക്ഷണമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉണ്ടെങ്കിൽ ഇയാൾ വരത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ പല ചർച്ചകളിൽ നിന്നും ഇവരിങ്ങനെ സ്കിപ്പ് ചെയ്ത് നിൽക്കും. അപ്പൊ നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അതിനെ ഒബ്ജക്റ്റ് ചെയ്യുമെന്നറിയാം. തന്നെയുമല്ല, പ്രവാചകൻ അസുല എന്നൊരു രീതി കൂടി പഠിപ്പിച്ചിട്ടുണ്ട്, ശുക്ലം പുറത്തു കളയുന്ന രീതി. അതും വ്യഭിചാരത്തിന്റെ പട്ടികയിൽ വരത്തില്ല. അലിയാർ കാസിമി പറഞ്ഞ ഈ വാദം ശരിയാണെങ്കിൽ, പക്ഷേ നമുക്ക് അവിടെ ഇദ്ദേഹം ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് അവിടെ അത് സംസാരിക്കാൻ പറ്റിയില്ല. പക്ഷേ കുറച്ച് ഓഡിയൻസിലെങ്കിലും ഈ വിഷയം ഒന്ന് എത്തിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് നമുക്ക് ഈ വിഷയം ഇന്ന് ചർച്ചയ്ക്ക് എടുക്കാമെന്ന് ഞാൻ പറയാൻ കാരണം. അങ്ങനെ പറഞ്ഞത് ഈ മുഹമ്മദിനെ വെളുപ്പിക്കാനായിട്ടുള്ള ഒരു തന്ത്രമാണ് അവിടെ പ്രയോഗിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇവർക്ക് ഈ ഇസ്ലാമിൽ വ്യഭിചാരം എന്താണ് എന്ന് ഇവരോട് ചോദിച്ചാൽ മിണ്ടത്തില്ല, ഇവരൊന്നും പറയത്തില്ല. ഇസ്ലാമിൽ വ്യഭിചാരം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ അക്ഷരം മിണ്ടത്തില്ല. അപ്പം ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇത് അതാണ് ഇതാണെന്നൊക്കെ പറയാൻ വേണ്ടി ഈ അലിയാർ ഖാസിമിയെ പോലുള്ള ഉള്ളവന്മാര് വന്നിട്ട് ഈ ജീവിക്കാതിരുന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുക. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു അമ്മ ആകാൻ വേണ്ടി ആഗ്രഹിച്ച് അവർക്ക് അങ്ങനെ പറ്റാതെ വരുമ്പോഴാണ് അവർ ഈ സറോഗസിയിലേക്കൊക്കെ പോകുന്നത്. അപ്പം അതിന്റെ മതം കൊണ്ടുവന്നിട്ട് അതിന്റെ വലിയ വിലകതടിയൊക്കെ ഉണ്ടാക്കി വെക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. എന്തെല്ലാം കാര്യങ്ങളാണ് ഇവന്മാര് ഈ ഉടായ്പ ഉണ്ടാക്കി വെക്കുന്നത്. ഇപ്പൊ രാവിലെ ഇവിടെ സംസാരിച്ചതുപോലെ തന്നെ മുടി കൊണ്ടുവന്ന് വെച്ചിട്ട് മുടി 1 സെന്റിമീറ്റർ വളർന്നത്. എന്തെല്ലാം ആവാസതകൾ കേൾക്കണമെന്ന് ആലോചിക്കണം. ടീച്ചർ സംസാരിച്ചോളൂ, ഞങ്ങള് ഇടയ്ക്ക് പറഞ്ഞിട്ടുള്ളൂ. സംസാരിക്കാനുള്ള വിഷയങ്ങൾ സംസാരിക്കാം, നോ പ്രോബ്ലം. ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് അറിയാമോ? നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു പൊതു വിഷയം. ഇപ്പോൾ ഈ IVF പോലെ വാടക ഗർഭധാരണം പോലെയുള്ള ഇത്തരം ഗൗരവപരമായിട്ടൊരു
വൈദ്യശാസ്ത്ര നിയമ സംഹിതകളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഈ ലക്ഷണമൊത്ത വർഗീയവാദിയും തീവ്രവാദിയുമായിട്ടുള്ള ഇത്തരം മതപുരോഹിതന്മാരെ വിളിച്ച് ഒരു പൊതു ചർച്ചയ്ക്ക് കൊണ്ടിരുത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അത് എത്രമാത്രം വിരോധാഭാസമാണ്. ഒരിക്കല് ഈ നിപ്പ വൈറസ് വന്ന സമയത്ത് ഞാൻ ആ ന്യൂസ് 18 കേരളക്കകത്ത് ചർച്ചയ്ക്ക് ഇരിക്കുക. ആ സമയത്ത് ചർച്ചയ്ക്ക് വരുന്ന എന്താ പറയാ, ഒരു ഊളത്തായി എന്ന് പറയുന്ന ഒരു പുരോഹിതനാണ്. ഇയാള് വന്ന്, ഞങ്ങൾ രണ്ടുപേരും ഒരു സ്റ്റുഡിയോയിലാണ് ഉണ്ടായിരുന്നത്. ഇയാള് വന്നിടത്തിന്റെ പറയാണ്, നിപ്പ വൈറസ് വന്നാല് നബിയുടെ പ്രകീർത്തനങ്ങൾ ഉണ്ടല്ലോ, മങ്കൂസ് മൗലൂദ് പോലെയുള്ളത് പാരായണം ചെയ്താൽ മതി, കുഴപ്പമില്ലാന്ന്. അപ്പൊ ഞാൻ അയാളെ ഒന്ന് നോക്കി, അയ്യോ ഈ കാലഘട്ടത്തിലും ഇവന്മാരെ പോലെയുള്ള ആളുകൾ ഈ മുസ്ലിം സമുദായത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ്? അപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഒരു പെണ്ണ്, നമുക്കറിയാം എന്തായിരുന്നു, അസ്മ എന്ന 35 വയസ്സുകാരി 4-5 മക്കളെ പ്രസവിച്ചു, എല്ലാം മരിച്ചു. ഒടുവിൽ ഇവർ 6 മാസം ഗർഭിണിയായി, ഇവര് കിടന്ന കിടപ്പിലാണ്. പക്ഷെ അവരുടെ യോനി ഭാഗം മുഴുവനും ഭയങ്കരമായിട്ടുള്ള വ്രണങ്ങള്. അപ്പോഴും ഇയാള് ബന്ധപ്പെടുന്നതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. അങ്ങനെ കിടന്ന കിടപ്പിൽ കിടന്ന് പ്രസവിച്ച ആ കൊച്ചങ്ങോട്ട് മരിച്ചു, കുഞ്ഞും മരിച്ചു, തള്ളയും മരിച്ചു. എന്തുവാ കാരണം? ചികിത്സ പാടില്ല. ഇതുപോലെയുള്ള വേന്ദ്രന്മാരെ, ഇതുപോലെയുള്ള ഒന്നും പറയുന്നില്ല ഞാൻ, ഒരു പൊതു സദസ്സായതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കുന്ന പദത്തിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. ഇതുപോലെയുള്ള നാറികളെ കൊണ്ടുവന്നിരുത്തിയിട്ടാണ് ഒരു പൊതുവിഷയം ചർച്ച ചെയ്യേണ്ടത്. അപ്പൊ ശ്രീകണ്ഠൻ നായർ ഷോക്ക് എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇവരെ പോലെയുള്ള ആളുകൾ എന്താ അയാൾ പറയുന്നത്? ബഹുദൈവ വിശ്വാസികൾ അവർ നമ്മുടെ ശത്രുക്കളാണ്, ഒരു കാരണവശാലും അവരുമായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിക്കാൻ പാടില്ല. അത് പടച്ചവൻ പറഞ്ഞതാണ്. ഇന്ന് അറബ് രാജ്യങ്ങൾ മുഴുവനും ഇറാനെതിരെ ഇസ്രായേലിനോടും അമേരിക്കയോടും പിന്തുണ പ്രഖ്യാപിച്ച് നിൽക്കുവാണ്. എന്തിന്? ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായി മനുഷ്യന്മാര് തമ്മിലുള്ള സൗഹാർദ്ദം തുടർന്നു പോയാലേ ഒരു രാജ്യത്തിന്റെ പുരോഗതി ഉണ്ടാകൂ എന്ന് മനസ്സിലാക്കിയിട്ട് UAE നിരന്തരം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇറാനാൽ. അപ്പൊ ആ ഇറാന്റെ ആക്രമണത്തിൽ നിന്നും UAE ഒരുപാട് പ്രതിരോധം തീർക്കുന്നുണ്ട്. അപ്പൊ ആ പാകിസ്ഥാൻ നോക്ക്, പാകിസ്ഥാൻ UAEയുടെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് ഡോളർ കടം പറ്റിയിട്ട് ഇറാനെ പിന്തുണയ്ക്കുന്നു. ഇവരെല്ലാവരും തലത്തിൽ തുല്യരാ. കാരണം ഇവർക്ക് എല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ജൂതവിരോധം. നമ്മുടെ നാട്ടില് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി ലക്ഷ്യം വെക്കേണ്ടതിന് പകരം ഇതുപോലെയുള്ള സമൂഹത്തെ ബാധിക്കുന്ന, വ്യക്തികളെയും വ്യക്തി ജീവിതത്തെയും ബാധിക്കുന്ന ഒരു പൊതു ചർച്ച സംഘടിപ്പിക്കുമ്പോൾ ഇത്തരം ലക്ഷണമൊത്ത തീവ്രവാദികളെയും ഇത്തരം മതപണ്ഡിതന്മാരെയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണോ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? അപ്പൊ അവര് ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ, വൈറലാകണം. ഇയാൾ എന്തെങ്കിലും ഇയാളുടെ വായി തോന്നിയത് പറയണം, അതെടുത്ത് വിവാദമാക്കണം, നമ്മുടെ ചർച്ച ടോപ്പിലെത്തും. എന്തിനാണ് ഒരു പൊതുവിഷയം നടക്കുമ്പോൾ മതപണ്ഡിതന്മാരോട് അഭിപ്രായം ചോദിക്കേണ്ടുന്ന സാഹചര്യം ഈ മതേതര ഭാരതത്തിനുണ്ടോ? ചർച്ചയുടെ ലക്ഷ്യം രാജ്യത്തിന്റെ നവീകരണവും ശാസ്ത്രീയമായിട്ടുള്ള പുരോഗതിയും നമ്മുടെ രാജ്യത്തെ നിയമപരമായിട്ടുള്ള വശങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുന്നതാണെങ്കിൽ, അതല്ലെങ്കിൽ വന്ധ്യത അനുഭവിക്കുന്നവരുടെ മനുഷ്യാവകാശം സംരക്ഷിക്കുക എന്നതാണെങ്കിൽ, ഈ 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര നേതാവ് അവരുടെ സാഹചര്യവും സൗകര്യവും അവരുടെ സ്വാർത്ഥതയും അവരുടെ അറിവിന്റെ പരിമിതിയിലും നിന്നുകൊണ്ട് എഴുതപ്പെട്ട ഈ കിതാബുകൾ നോക്കിയിട്ട് ഇവര് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കിടന്ന് ഛർദ്ദിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? ഇപ്പൊ സരോഗസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, IVF, ഇപ്പോ വെട്രോ ഫെർട്ടിലൈസേഷൻ. അപ്പോ ഈ ഫെർട്ടിലൈസേഷന് ഇവരെ എതിർക്കുന്നുണ്ട്. കാരണം പ്രവാചകൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അന്നില്ല അങ്ങനെ ഫെർട്ടിലിറ്റി സെന്ററുകളൊന്നും അന്നില്ല. അത്യാധുനികമായിട്ടുള്ള മെഡിക്കൽ സാങ്കേതിക വിദ്യ അന്ന് പരിഷ്കരിച്ചിട്ടുണ്ടോ പ്രവാചകൻ അന്നേ പണഞ്ഞിട്ട് പോകാനേ? അപ്പൊ ഇതിനെ വ്യഭിചാരം എന്നൊക്കെ പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ടുള്ള അറിവില്ലായ്മ ഒന്നുണ്ട്, 2 മതം ഇവരെ അന്ധരും ബധിരരും മൂകരുമാക്കിയിട്ടുണ്ട്. ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് ആ രാജ്യത്തിന്റെ ഭരണഘടന അനുവദിക്കും വിധം, നിയമം അനുശാസിക്കും വിധമുള്ള കാര്യങ്ങളിൽ ഈ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രീയ വിധിവിലക്കുകൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത് എന്ന് ചിന്തിച്ചു പോകുക. ഞാൻ ഇപ്പോ പല ചർച്ചകളിൽ നിന്നും ഞാൻ സ്കിപ്പ് ചെയ്ത് പോകലാം. പല ആളുകളും ഇന്റർവ്യൂവിന് വിളിക്കും, എന്തോ ഉണ്ടാക്കാനാ, എന്ത് പുരോഗതിയാണ് ഇവരെ ലക്ഷ്യം വെക്കുന്നത്? ഇപ്പോ ജനകീയ കോടതിയിൽ വിളിച്ചു അരുൺകുമാറും ഞാനും ഷുഹൈബുൽ ഹൈത്തമിയുമായിട്ട് വലിയൊരു ചർച്ച നടന്നു, അതവര് പുറത്തുവിട്ടിട്ടില്ല. നമ്മൾ പറയുന്ന പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇവര് വെട്ടിയെടുത്തിട്ട്
നമ്മൾ പറയുന്നതിലെ എന്തെങ്കിലും മറ്റുള്ളവർക്ക് വിവാദമാക്കാൻ പറ്റുമെങ്കിൽ അത് മാത്രം ഇവർ പുറത്തുവിടും. എന്തിനാ അങ്ങനെ വെറുതെ നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഞാനതൊന്നും പോകാറില്ല. അപ്പൊ മതപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ പലപ്പോഴും രാജ്യത്തിന്റെ പുരോഗതിക്ക് ബാധിക്കുന്നുണ്ട് സാരമായിട്ട്. വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിനു മുകളിൽ വിശ്വാസത്തെ പ്രതിഷ്ഠിക്കുന്നുണ്ട്. അതാണ് മദ്രസയുടെ സമയമൊക്കെ വരുമ്പോഴേക്ക് സ്കൂൾ സമയം മദ്രസ സമയത്തിന് നോക്കിയാക്കണമെന്നൊക്കെ പറയുന്നില്ലേ. അപ്പൊ ഇത് സറോഗസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വന്ധ്യത അനുഭവിക്കുന്ന ദമ്പതികളുടെ വേദനയെ ഉൾക്കൊള്ളാൻ അത് പണ്ഡിതന്മാർക്ക് തടസ്സമാകും. കാരണം അന്ധനായിട്ടാണ് പടച്ചോൻ ജനിപ്പിച്ചതെങ്കിൽ അന്ധനായിട്ട് തന്നെ ഇവനൊക്കെ അങ്ങ് ജീവിക്കട്ടെ. ഇവരുടെ മക്കൾ വീണ് തല പൊട്ടി പടച്ചവന്റെ കലയാണ്, പടച്ചവന്റെ കതിറാണ്, ഇവന്മാർ ആശുപത്രി കൊണ്ടുപോകാതിരിക്കുവോ? അപ്പോ ഇവരുടെ കാര്യങ്ങൾ വരുമ്പോൾ ഇവർക്ക് ചികിത്സ തേടാം. അല്ലാത്തവർക്കൊക്കെ അജുവ ഈത്തപ്പഴം ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ മതി, അതല്ലെങ്കിൽ കരിഞ്ചീര മരച്ച് കലക്കി കുടിച്ചുകൊണ്ടിരുന്നാൽ മതി, കുഴപ്പമില്ല. ഇവരുടെ ആവശ്യം വരുമ്പോൾ ഇവർക്ക് അമേരിക്കയിലേക്കൊക്കെ പോകാം, ഇവർക്ക് ചികിത്സ തേടാം, ഒരു കുഴപ്പമില്ല. അപ്പൊ മതപണ്ഡിതന്മാരെ എന്തിനാണ് ഇത്തരം വിഷയങ്ങളിൽ അഭിപ്രായം ചോദിച്ചെഴുന്നള്ളിക്കുന്നത് എന്നതാണ് എന്റെ ചോദ്യം. മതപരമായ വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവർ അങ്ങനെ അവരായിക്കോട്ടെ. അതൊരു പക്ഷേ മുസ്ലിം സമുദായത്തിന്റെ ഗുണകരമായേക്കാം. അതവര് മതപരമായിട്ടുള്ള ചടങ്ങുകൾ നടത്തുന്ന മതപ്രഭാഷണങ്ങളിലായിക്കോട്ടെ. ഇത് കോടാനുകോടി ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഈ മതപണ്ഡിതന്റെ 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര നിയമം എന്തിന് പ്രസക്തിയാകണം? പെർഫ്യൂം അടിച്ചാലോ ലിപ്സ്റ്റിക് ഇട്ടാലോ വ്യഭിചാരമാകുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്കിടയിൽ സരോഗസിയെ കുറിച്ച് അതിലും വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാകില്ലേ? ഇപ്പൊ ഒരു മതവാദിയായിട്ടുള്ള പണ്ഡിതന്, മത തീവ്രവാദിയായിട്ടുള്ള പണ്ഡിതന് ഇത്തരം കാര്യങ്ങളിൽ ആധുനികമായിട്ടുള്ള വിശദീകരണം നൽകി വിശ്വാസികളുടെ പേടി മാറ്റാൻ സാധിക്കുമോ? എനിക്കിതൊന്നും തോന്നുന്നില്ല. കാരണം ഇതുപോലെയുള്ള കാര്യങ്ങളിൽ അവര് പഠിച്ചതേ പാടൂ. അല്ലാതെ മുസ്ലിം സമുദായത്തെ ഏതെങ്കിലും രൂപത്തിൽ ബോധവൽക്കരിക്കാൻ, ശാസ്ത്രീയത ഉൾക്കൊള്ളാൻ, ടെക്നോളജിയുമായിട്ട് യോജിച്ചു പോകാൻ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു ഉപദേശം ഉണ്ടാകുമോ? ഇപ്പൊ സരോഗസിയില് വാടക ഗർഭം നൽകുന്ന സ്ത്രീയുടെ അവരെ ചൂഷണം തടയുന്നത് സംബന്ധമായിട്ടൊരു ധാർമ്മികമായിട്ടുള്ള വശങ്ങളിൽ മതപരമായ മൂല്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ മതത്തിനകത്ത് എന്ത് മൂല്യമാണുള്ളത്? അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ. എന്നിട്ട് അവര് പറയാണ് അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ മറ്റുള്ളവർ കാണുന്നത്. അപ്പൊ പ്രസവിക്കാൻ പറ്റുന്ന ആശുപത്രിയിൽ പോകുന്നത് IVF കാണത്തില്ലേ? സരോഗസിയിൽ മാത്രമേ കാണത്തുള്ളൂ ഇവരുടെ സ്വകാര്യ ഭാഗങ്ങള്. അപ്പോ ഒരു മികച്ച പൊതു ചർച്ചയിൽ സമൂഹത്തെ മുഴുവനും ബാധിക്കുന്ന ഒരു വിഷയത്തിൽ മുൻഗണന നൽകേണ്ടത് ഈ മേഖലയിലെ നിപുണന്മാരായിട്ടുള്ള ഡോക്ടർമാർ. ഈ IVF-ന്റെയും സരോഗസിയുടെയും പ്രക്രിയകൾ, അതിന്റെ ശാസ്ത്രീയത, അത് നാടിനുണ്ടാകുന്ന ഗുണം, അതിനെയൊക്കെ വിശദീകരിക്കാൻ അവർക്കാണ് കഴിയുക. 2 നിയമവിദഗ്ധർക്ക് പറ്റും. നിയമപരമായിട്ടുള്ള അവകാശങ്ങളെ കുറിച്ച് അവർക്ക് സംസാരിക്കാം. പിന്നെ സമൂഹത്തിൽ ഇതിനെക്കുറിച്ചിട്ട് പ്രസക്തമായ ഭാഗങ്ങൾ പറഞ്ഞ് ബോധവൽക്കരണം നടത്താൻ സോഷ്യോളജിസ്റ്റുകൾക്ക് സാധിച്ചേക്കാം. മതപണ്ഡിതന്മാരെ വിളിക്കുന്നെങ്കിൽ ആധുനിക ലോകത്തെയും ശാസ്ത്രത്തെയും ഉൾക്കൊള്ളുന്ന വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട് അവർക്ക് സ്വീകരിക്കാൻ കഴിയുമോ? അവരുടെ മുൻ നിലപാടുകൾ നോക്കിയിട്ടാണല്ലോ നമ്മൾ അവരെ വിലയിരുത്തുന്നത്. അല്ലാതെ ഓരോന്നിനെയും വ്യഭിചാരം എന്ന് വിളിച്ച് കുറ്റപ്പെടുത്തുന്നവരെ ഉൾപ്പെടുത്തി, പെണ്ണാണോ ഒരു പുരുഷൻ അവളിലേക്ക് നോക്കുമ്പോഴേക്ക് ഇവന്റെ ടെസ്റ്റോസ്റ്റിറോൺ എഴുന്നേറ്റ് നിൽക്കും, അങ്ങനെ ഹൈപ്പോതലാമസ് ഉദ്ദീപിപ്പിക്കും, പെണ്ണെ നീ ഒരു ഇറച്ചി കഷ്ണമാണ്, എന്റെ ഭോഗം ശമിപ്പിക്കാനുള്ള, എന്റെ കാമം ശമിപ്പിക്കാനുള്ള ഇറച്ചി കഷ്ണമാണ് എന്ന് വിളിച്ചു പറയും ടെസ്റ്റോസ്റ്റിറോൺ ഒരു പുരുഷനോട്. അങ്ങനെയാണ് ഉസ്താദുമാരും അധ്യാപകരും പോലും 5 വയസ്സുള്ള കുഞ്ഞിനെ പോലും കയറി പിടിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന, എന്ന് മുസ്ലിം സമുദായത്തെ ബോധവൽക്കരിക്കുന്ന, അങ്ങനെ കാമഭ്രാന്തന്മാരെ ഉൽപ്പാദിപ്പിക്കുകയും കൊച്ചു കുഞ്ഞുങ്ങളെ ഇവരുടെ കാമഭ്രാന്ത് കൊണ്ട് പിച്ചിക്കീറാൻ സഹായകമാകുകയും ചെയ്യുന്ന രൂപത്തിൽ മുസ്ലിം സമുദായത്തെ ഉപദേശിക്കുന്ന ഇവന്മാരെയൊക്കെ ഇത്തരം ചർച്ചകളിൽ ഉൾപ്പെടുത്തുന്നത് ആ ചർച്ചയുടെ നിലവാര തകർച്ചയല്ലേ? അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ച് അവർക്ക് വൈറലാകുക എന്നത് മാത്രമല്ലേ അവരുടെ ലക്ഷ്യം? ശരിക്കു പറഞ്ഞാല് ഇത്തരം വിഷയങ്ങൾ സമൂഹത്തിൽ കൂടുതൽ അവബോധമുണ്ടാക്കാനായിരിക്കണം ഉപകരിക്കേണ്ടത്. നമ്മുടെ രാജ്യം ടെക്നോളജിയിൽ വികസിച്ചു നിൽക്കുന്നു. 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രീയതയല്ല ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മൾ എല്ലാ രൂപത്തിലുള്ള ടെക്നോളജിയും ഉപയോഗിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഒരു മുസ്ലിം പുരുഷൻ ഇടുന്ന ഷർട്ടിന്റെ ബട്ടൺ വരെ ജൂതന്റെ നിർമ്മിതിയാ. അവന്റെ കയ്യിലിരിക്കുന്ന ആൻഡ്രോയിഡ് ഫോണ്, അവൻ ഉപയോഗിക്കുന്ന ഗൂഗിൾ മാപ്പ്, ഇതെല്ലാം ഒരു പക്ഷേ എക്സ്റേ ആണെങ്കിലും ECG ആണെങ്കിലും ക്യാൻസറിന്റെ മെഡിസിൻ ആണെങ്കിലും എല്ലാ മേഖലകളിലും ജൂതന്മാര് കൈവച്ചിട്ടുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട് ഇവര് ആ ടെക്നോളജിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ഇവര് പറയുന്നു 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രീയതയാണ് എനിക്ക് വലുതെന്ന്.
അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ മുമ്പേ സംസാരിച്ച ഉമ്മു ഹബീബയുടെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വരിക. പച്ചയായ വ്യഭിചാരം ചെയ്തിട്ടുള്ള ഈ പ്രവാചകന് ഇതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുമോ? ഒരു പിഞ്ചു പൈതലിനെ കണ്ട സമയത്ത് കുറച്ചും കൂടി ഞാൻ ഉണ്ടെങ്കിൽ, ഇവള് വളരുന്ന സമയത്ത്, അതായത് ഇവൾക്ക് 5 വയസ്സും 10 മാസവും ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ജീവിച്ചിരുന്നാല് ഇവളെ ഞാൻ അങ്ങ് കിട്ടുമെന്ന് ഒരു 53 ഒരു 60 വയസ്സുകാരൻ പറയണമെങ്കിൽ അയാളുടെ നിലവാരം എത്രയുണ്ട്? അപ്പോൾ അയാളെ പിന്താങ്ങുന്ന ഗുണ്ടകൾക്ക് ഇത്ര നിലവാരം പ്രതീക്ഷിച്ചാൽ മതി. നന്ദി.